ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ നീച്ച് വന്നപ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നല്ല മഴ കേട്ടോ. ഈ വീഡിയോയിൽ അത്രത്തോളം കാണുന്നില്ല, പക്ഷേ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് മഴ മാത്രം നോക്കി നിന്നാൽ പോരല്ലോ, നമുക്ക് ചായയും കടി ഉണ്ടാക്കണ്ടേ. അപ്പോൾ നീച്ച് വരുമ്പോഴത്തേനും ചായയും കടി ആയില്ലെങ്കിൽ പിന്നെ അപ്പോൾ പിന്നെ ചായയും കടി ഉണ്ടാക്കാൻ ഒരുങ്ങാണ്ട. അപ്പം എന്തുണ്ടാക്കും എന്നിങ്ങനെ നേരെ വെളുത്ത ആലോചന കേട്ടോ. തലേന്ന് എന്തെങ്കിലുമൊക്കെ അരച്ച് വെക്കണം, എന്നാൽ പിന്നെ ആ പ്രശ്നമില്ല. ഇന്നിപ്പോൾ ഞാൻ ആലോചിച്ച് ലാസ്റ്റ് ഓട്ടാടമ്മലാണ് കേട്ടോ എത്തിയത്. അപ്പോൾ ഓട്ടാട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് മാവൊക്കെ അരച്ചത് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അരി വെള്ളത്തിട്ട് അരക്കലല്ല കേട്ടോ. നമ്മളവിടെയൊക്കെ ആ സൈഡിലേക്കൊക്കെ പച്ചരി വെള്ളത്തിലിട്ടിക്കാണ്ട് പിറ്റേന്ന് അരക്കലാണ്. ഈ ഭാഗത്തേക്കാണോ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഇവിടെ പൊടി അരക്കലാട്ടോ ചെയ്യുക. പൊടി അരക്കും ദോശക്കും ഓട്ടടക്കൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ അരച്ചത് ആ മാവൊക്കെ ആക്കിയതിൻ്റെ ശേഷം തീ കൂട്ടുകയാണ് കേട്ടോ. ഈ തീ കൂട്ടണതാണ് കേട്ടോ ടാസ്ക്. ചിലപ്പോഴായിട്ട് വേഗം കത്തി പിടിക്കും, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തി പിടിക്കേ ഇല്ല. കത്തി പിടിക്കാത്ത ദിവസം തന്നെ നമുക്ക് പോക്കേക്കാരം. ഈ രാവിലെ തന്നെ നീച്ച് വരുമ്പോൾ മര്യാദയ്ക്ക് തീ എത്തിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ നോക്കണ്ട, ഫുള്ള് ഇതായിരിക്കും, എന്തൊക്കെയോ പന്തികേടായിരിക്കും. അങ്ങനെ തീയൊക്കെ കത്തിപ്പിടിച്ച് ചട്ടിയൊക്കെ ചൂടായപ്പോൾ അത് ഓട്ടടക്കൊക്കെ പറഞ്ഞ് നല്ല മഴ കേട്ടോ. രാവിലെയൊക്കെ ഞാൻ ഓട്ടട ചുട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മഴ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ പാരുണ്ട്, ചൂടുണ്ട്. അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക. തീയും വേണമല്ലോ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കൊടുക്കുക. ഈ ഓട്ടടയും ദോശയൊക്കെ ആകുമ്പോൾ തീ കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. ആ ഒരു ഇതിൽ ഇങ്ങനെ പോകണം, ഇല്ലെങ്കിൽ പിന്നെ കരിയും എരപ്പാവും ഒക്കെ ചെയ്യും. എന്നിട്ട് തന്നെ തീ കൂടിക്കാണ്ട് എൻ്റെ ഓട്ടടൻ്റെ മൂടൊക്കെ കളറ് മാറിയിരിക്കണം കേട്ടോ. ഇത് പിന്നെ എനിക്കിങ്ങനെ അടുപ്പത്ത് കൂടെ അങ്ങനെ ഒലിക്കണം അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇത് പിന്നെ ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വീഡിയോ പാരലും ഒക്കെ കൂടി ആയപ്പം പിന്നെ അടുപ്പത്ത് കൂടെ ഒക്കെ ഒലിച്ചിന്. പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തലേന്നത്തെ കുറച്ച് കറി ബാക്കിയുണ്ട്. അപ്പം കുറച്ച് കറി കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. നമ്മൾ കുറേ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ തലേന്നത്തെ കുറച്ച് കറി ബാക്കി ഉണ്ടായപ്പം അതും കൂട്ടായിരുത്തിയിട്ട് പിന്നെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. മുട്ടക്കറി ആയിട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ ചായയൊക്കെ കുടിച്ചു. ചായ കുടിക്കണമെന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും കയ്യില്ല. സ്കൂളിൽ പോക്കും അംഗനവാടി പോക്കും ഒക്കെ കൂടിയുള്ളതിനോട് അങ്ങനെ ഐസമോക്ക് നോളെ പപ്പ തന്നെ ആക്കി കൊടുക്കണം പറഞ്ഞിക്കാണ്ട് തോളെ പപ്പയായിട്ടോ നോളെ ആക്കി കൊടുത്തത്. ഞാൻ ആക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങീനി. പിന്നെ ഓക്ക് സേമിയ തന്നെ ആക്കണം എന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ സേമിയ ആക്കി കൊടുത്തത്. പിന്നെ ഉച്ചൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ അച്ചേക്ക് മഴ പെയ്ത സ്ഥലമാണ് എന്നത് കണ്ടാൽ പറയൂല. പിന്നെ അങ്ങോട്ട് വെയിലേനി കേട്ടോ. രാവിലെ ആ മഴയുടെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വെയിലേനി. നല്ല വെയിലിറക്കുക, പിന്നെ കുറച്ച് നേരം ഒരു മൂടൽ, പിന്നെ വീണ്ടും വെയിലിറക്കുക, കാറ്റ്, അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അച്ചേക്ക് മഴ പെയ്തൊരു സ്ഥലമാണ് തന്നെ ഈ മിറ്റൊന്നും കണ്ടാൽ പറയേയില്ല. അച്ചേക്ക് അയക്കണം കേട്ടോ. അപ്പോഴത്തേനും പിന്നെ ഓളെ കൊണ്ടുവരാനേ അയക്കണം കേട്ടോ ഐസമോളെ. അപ്പോൾ ഷെമി എന്നോളെ പോയി കൊണ്ടൊന്നും ചെയ്തു കേട്ടോ. ഇപ്പോൾ പപ്പ കൊണ്ടുവരണം എന്നൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓളെ കൊണ്ടുവന്നാലും ഓളെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഷെമിക്ക് സുഖമില്ല കേട്ടോ. ഇന്നലെ തുടങ്ങിയിരിക്കണം പനിയും ജലദോഷവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സുഖമില്ലാത്തതിനോട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഹെൽത്ത് സെൻ്ററിലേക്കാട്ടോ പോകണത്. അങ്ങനെ ഷെമിക്ക് ഷീട്ടൊക്കെ എടുക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞിക്കാണ്ട്. അപ്പോൾ ഞാനും ഐസമോളും നേരെ പോയത്, ഒരു പൂച്ച ഉണ്ടോ കയറി വരുന്നുണ്ട്. ഞാനും ഐസമോളും നേരെ പോയത് അക്വറിയത്തേക്കാട്ടോ. അവിടെ ഒരു അക്വറിയം ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് മീനുകളും ഉണ്ട്. അവിടെ എപ്പോൾ എത്തിയാലും ഐസമോക്ക് അത് നോക്കിക്കണം കേട്ടോ. ഞങ്ങൾ പോകുമ്പോഴൊക്കെ എന്നെ കാണിച്ചാൽ പോയാലും ഞാൻ പോയി കാണിച്ചാൽ ഷെമിയോളും അത് നോക്കിക്കും. അങ്ങനെയാണ് പതിവ്. നല്ല രസമായിട്ട് ഇത്തെ മീനുകളെ കാണാൻ. ഇത് നമ്മളവിടെയുള്ള ആ പാടാട്ട് ഈ കാണുന്നത്. നമുക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ ഹെൽത്ത് സെൻ്ററും. ഇത് വയക്കാട് അങ്ങാടിയിൽ നിന്ന് കുറച്ചിട്ട് പോകാനുള്ളൂ നമ്മളെ പെരേക്ക്. അപ്പം നമുക്കൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഊഞ്ഞാലാടാൻ പോവാണ് കേട്ടോ. വാപ്പിയും മോളും കൂടി. മോളതാക്കിന് ഇരുത്തിയൊക്കെ കൊടുത്ത് വാപ്പ ആട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷെമി നൊറൂല് കാണിച്ചാൽ പോയി വന്നതാട്ടോ അടിക്ക് തന്നെ. ഞങ്ങൾ അടിയിൽ നിൽക്കേനി. അപ്പോൾ നോക്കുമ്പോൾ 300 എത്രയാണ് ഷെമീൻ്റെ നമ്പർ. അപ്പോൾ 275 ആയിട്ടുള്ളൂ പറഞ്ഞു. ഷെമി 302-3 ഷെമീൻ്റെ നമ്പർ. അപ്പോൾ ഷെമി ഇങ്ങോട്ട് തന്നെ വന്ന് കുറേ ആൾക്കാരുണ്ടെന്നും പറഞ്ഞക്കാണ്ട്. അപ്പം പിന്നെ വന്നാലതാക്കണം ഓലും ഊഞ്ഞാലമ്മല ആടലും മറ്റേ ഇതുമ്പോൾ കയറലും ഒക്കെയാണ് കേട്ടോ പണി അവിടെ. അപ്പോൾ
അടിയിലൊന്നും ആരുമില്ല. എനിക്ക് നൂറൂല് കയറി വെക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലമല്ല കേട്ടോ. അമ്മാതിരി തിരക്ക്. ഉച്ചേൻ്റെ ശേഷം സാധാരണ ഇങ്ങനെ തിരക്കുണ്ടാവലില്ല. ഉച്ചേൻ്റെ ശേഷം ഞാൻ കുറേ വട്ടം വന്നാണ്. ഞാൻ വരലൊക്കെ ഉച്ചേൻ്റെ ശേഷം. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ തിരക്കുണ്ടാവില്ല. ഇന്നെന്താണെന്ന് അറിയില്ല, നല്ല തിരക്ക്. കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ. പോസ്റ്റ് കേസ് മോളപ്പോഴത്തേനും പോവുക പറഞ്ഞിക്കാണ്ട് ഒച്ചപ്പാടുണ്ടാക്കലൊക്കെ തുടങ്ങിയേക്കണം. പിന്നെ അത് കാണിച്ചാതെ പോരാനും പറ്റില്ല, പോയതല്ലേ. പിന്നെ ഷെമി കയറി കാണിച്ചൊക്കെ ഇറങ്ങി. ഞാനും ഐസമോളും അവിടെ ഇരുന്ന് കാണിച്ച് കഴിഞ്ഞ് പിന്നെ മരുന്നിന് നിന്നപ്പോൾ അതും വലിയ തിരക്ക് കിട്ടും. അതിനും ഞങ്ങൾ കുറേ നേരം പിന്നെ അവിടെ നിന്ന്. അതിൻ്റെ ഇടയിൽ ഐസമോൾ എന്തൊക്കെയൊക്കെ ഇങ്ങനെ പൊട്ടിത്തേറി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയതാണ് നേരെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോരുന്ന വഴിക്ക് ഐസമ്മക്ക് ചായ ആണെന്നും പറഞ്ഞിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിക്കാണ്ട് പിന്നെ തിരിച്ച് പെരേക്കനെ പോരാണ്. അപ്പം ഓളാണ് കേട്ടോ മുന്നിലിരിക്കണത്. എന്നെ മുന്നിലിരിക്കാനും വേണ്ടി സമ്മതിക്കില്ല കേട്ടോ. ഇജ്ജ് പോയിക്കോ, ഇജ്ജ് ഇവിടെ ഇരിക്കണ്ട, ഞാൻ അവിടെ ഇരിക്കണത് എൻ്റെ പപ്പൻ്റെ അടുത്തൊന്നും പറഞ്ഞിക്കാണ്ട് എന്നെ ബാക്കിൽ ആക്കിക്കാണ്ട് ഓള് മുന്നിൽ കയറി ഇരിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് പെരേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.